രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റി ഫെബ്രുവരി 2-ന് പരിഗണിക്കും. DK മുരളി നൽകിയ പരാതിയാണ് പരിഗണിക്കുക. സേഫ് സേനാലാബിദിനോട് വിവരങ്ങൾ നൽകാൻ. സേഫ്, ഈ പരാതി കാര്യമായി എടുത്തിട്ടുണ്ടോ? വളരെ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ പരാതിയെ കാണുന്നത്, അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ പരാതിയെ കാണുന്നത്. നിയമസഭ തുടങ്ങിയിട്ട് 4-5 ദിവസമായി. രാഹുൽ മാങ്കൂട്ടം ഇന്നലെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് വരും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു, പക്ഷെ ഇന്ന് വന്നില്ല. തിങ്കളാഴ്ച മുതൽ വീണ്ടും നിയമസഭ പുനരാരംഭിക്കുകയാണ്. 2-ാം തീയതി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഈ പരാതി പരിശോധിക്കും. ആ പരാതി മുരളി MLA ആണ് നൽകിയത്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നുള്ളതാണ് ആവശ്യം. മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഒരു പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു നിയമോപദേശമെല്ലാം നിയമസഭാ സെക്രട്ടേറിയറ്റ് തേടിയിരുന്നു. ഇനി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. അത് ഒരു പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം തെറിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 2-ാം തീയതി ഇത് പരിഗണിക്കും.